സർ, കെ എം മാണി കേരള രാഷ്ട്രീയത്തിൽ പുനരവതരിച്ചാൽ എന്ത് ചെയ്യും? കെ എം മാണി കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നാൽ ഈ ജോസ് കെ മാണി LDF വിടുമോ? കെ എം മാണി പുനരവതരിപ്പിച്ചാൽ എന്ന് ചോദിച്ചാൽ അപ്പൊ വീണ്ടും ബാർക്കോഴ പൊങ്ങി വരുമെന്നാണ്. അതെ. ഞാനത് ചോദിക്കാൻ കാര്യം, നമ്മുടെ ജോസ് കെ മാണിയുടെ മകൻ കെ എം മാണി ജൂനിയർ, അങ്ങനെ പറയാമല്ലോ, കെ എം മാണി എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ. കരിങ്കുഴിക്കൽ മാണി എന്നാണല്ലോ സാക്ഷാൽ കെ എം മാണി സാറിന്റെ പേര്. അദ്ദേഹം തന്നെ സ്വയം മാണി സാർ എന്നാണ് വിളിക്കുന്നത്. അത്ര ബഹുമാനമാണ് അദ്ദേഹത്തിനുണ്ട്. അത് വേണമല്ലോ. അത് ഒരു നല്ല ഗുണമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുമകൻ നമ്മുടെ ജോസ് കെ മാണിയുടെ, ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണിയുടെ മകൻ കരിങ്കുഴിക്കൽ മാണി എന്ന കെ എം മാണി ജൂനിയർ, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. കേരള കോൺഗ്രസിൻ്റെ ഒരു സുപ്രധാന ചുമതലയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ വരവും ആ കെ എം മാണി എന്നുള്ള പേരും LDFന് അത് സ്വീകാര്യമാകുമോ? അവർ അത് അംഗീകരിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇതൊരു വലിയ കച്ചവടമല്ലേ. അപ്പോൾ അവര് കുടുംബപരമായിട്ട് ഈ കച്ചവടം നോക്കി നടക്കും. അംബാനിയുടെ മകന്, കൊച്ചുമകന്, എല്ലാവരും കൂടെ അല്ലേ ആ കൂട്ടുകച്ചവടത്തിൽ പോകുന്നത്. അതെ. അല്ലെ ഭീമാ ജ്വല്ലറി അല്ലേ, മക്കളും മക്കളുടെ മക്കളും മരുമക്കളും ചേർന്ന് നടത്തും. അതുപോലുള്ള ഒന്നാണിത്. കേരളത്തിലെ ഓരോ കട തുടങ്ങി ഓരോരുത്തരുടെ പേരിൽ ഏൽപ്പിക്കുക. കേരളത്തിലെ കർഷകരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും രൂപീകൃതമായ പാർട്ടിയാണ്, ഒരു ലിമിറ്റഡ് കമ്പനി. ഇപ്പൊ കേരള കോൺഗ്രസിനകത്ത് നമ്മൾ നോക്കിയാൽ എല്ലാം മക്കൾ രാഷ്ട്രീയമില്ലേ. രാഷ്ട്രീയത്തിൽ മൊത്തത്തിലുണ്ട്, കേരള കോൺഗ്രസിൽ കൂടുതലായിട്ടും ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PJ ജോസഫിന്റെ മകനെന്താ ഇപ്പോൾ അബു ജോസഫ് അടുത്ത തവണ തൊടുപുഴയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അല്ല സാർ, ആ കേരള കോൺഗ്രസിന്റെ ചരിത്രം എടുത്താലും അത് മനസ്സിലാവും. സാക്ഷാൽ ഇതിന്റെ സ്ഥാപകൻ KM ജോർജ്, അന്ന് KM മാണി കോൺഗ്രസിലായിരുന്നു. കോട്ടയം DCC പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ എന്തോ ആയിരുന്നു അദ്ദേഹം. അന്ന് KM ജോർജ്, R ബാലകൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭനൊക്കെ കൂടെയാണ് ഈ പാർട്ടി രൂപീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് ഇപ്പൊ MP ആണ് കോട്ടയത്ത് നിന്നുള്ള. അതുപോലെ സാക്ഷാൽ PT ചാക്കോ, കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നൻ. PT ചാക്കോയുടെ മകൻ PC ജോർജ് കേരള കോൺഗ്രസിലാണ്. PC തോമസ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്നുള്ള NDAയുടെ MP ആണ്. ഇപ്പൊ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗത്തിന്റെ കൂടെയാണ്. അടുത്ത തവണ അദ്ദേഹത്തിന് ഒരു സീറ്റ് ഉണ്ട്. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. അത് അബു ആയിരിക്കും തൊടുപുഴയിൽ മത്സരിക്കും. അത് വിജയിക്കും. കാരണം PJ ജോസഫ് അവിടെ വലിയ. ഇനി സാർ, ഇനിയും നമ്മൾ തിരിച്ചു വന്നാൽ കേരള കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗമാണ് കേരള കോൺഗ്രസ് B, R ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മകൻ KB ഗണേഷ് കുമാർ ഇപ്പൊ പത്തനാപുരം MLA ആണല്ലോ, മന്ത്രിയുമാണല്ലോ. TM ജേക്കബിന്റെ മകൻ അനു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെ പിറവത്ത് ജയിച്ച്. അതപ്പോ ഈ TM ജേക്കബിന്റെ ഒരു കുടുംബ സ്വത്തായി മാറിയിരിക്കുകയാണ് പിറവം മണ്ഡലം. ഒരു MLA ഉള്ളൂ. അന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. ഇനിയിപ്പോൾ വീണ്ടും മത്സരിക്കും, വിജയിക്കും. അല്ല, ഇപ്പൊ നിലവിൽ MLA ആണല്ലോ. അദ്ദേഹം 2016-ലും 2021-ലും ഒക്കെ വിജയിച്ചു. ഇനിയും അദ്ദേഹം ജയിച്ചാൽ മന്ത്രി മിക്കവാറും ഭക്ഷ്യവകുപ്പ് തന്നെ കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDFന് ഭരണം കിട്ടിയാൽ അല്ലേ, ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അവരും പ്രതീക്ഷിക്കുന്നു അങ്ങനെ. അതെ. പിന്നെ അപ്പൊ എല്ലാവരുടെയും പേരായും തോന്നുന്നല്ലേ. അപ്പൊ KM മാണിയുടെ കൊച്ചുമകനാണ് KM മാണിയായിട്ട് വീണ്ടും ജൂനിയർ അവതരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജോസ് കെ മാണിക്ക് സന്തോഷമാവും. കാര്യം അത് ഈ കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് തലമുറകളായിട്ട് കൊടിവെച്ച കാറ് വന്നുകൊണ്ടിരിക്കും. ജോസ് കെ മാണിയുടെ ജനിച്ച നാൾ മുതൽ ഈ കൊടിവെച്ച കാർ ഇങ്ങനെ അവിടെ കിടക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഈ കൊടിവെച്ച കാറിൽ കയറാതിരിക്കുന്നത്. അപ്പോൾ ഇനി അത് അടുത്ത തലമുറയിലേക്ക് കൂടി കൊണ്ടുപോകാൻ ഈ
ഈ ചോര തുടിക്കും ചെറു കൈകളെ വേറുക വന്നീ പന്തങ്ങൾ എന്ന് വൈകപ്പള്ളി പറഞ്ഞത് ഇവർക്ക് മാത്രമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജോസഫ് ഗ്രൂപ്പിനകത്ത് ഈ അബുവിനെ ഏൽപ്പിക്കുന്നതിൽ പാർട്ടി ചെയർമാൻ സ്ഥാനം കൊടുത്തിട്ടില്ല കേട്ടോ. ഇല്ല, അത് പി ജെ ജോസഫ് തന്ത്രപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ ചെയർമാൻ സ്ഥാനം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടി വളരും, പൊട്ടിത്തെറി ഉണ്ടാകും. അപ്പോൾ പതുക്കെ MLA സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ചെയർമാൻ സ്ഥാനമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടുപോകാൻ പി ജെ ജോസഫിന് ഉണ്ട്, കഴിയും. അത് കഴിയുമ്പോൾ ക്രമേണ അബുവിലേക്ക് അധികാരം കേന്ദ്രീകരിക്കും. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അന്നേരം പിളരും കേരള. അപ്പോൾ ഇവിടെ പിന്നെ മാണി വിഭാഗത്തിലും, അതായത് ജോസ് കെ മാണി വിഭാഗത്തിലെ കേരള കോൺഗ്രസിലും പിളർപ്പ് സംഭവിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് 2026. കാരണം 2021 ഇങ്ങ് LDFിലേക്ക് വന്നു. ഇപ്പൊ കേരള കോൺഗ്രസിനെ CPI ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ഇവിടെ വന്നിട്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ അവർക്ക് വലിയ അതൃപ്തിയുണ്ട് ഈ CPIക്ക്. കാരണം കേരള കോൺഗ്രസ് വന്നാൽ ഈ CPIയുടെ ഒരു കഥ പറഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ? അതിനുള്ള ഒരു സ്വാധീനം അവർക്ക് ഇപ്പോൾ അവർ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ എവിടെയെങ്കിലും കേരളത്തിൽ അവർക്ക് പറയാനുണ്ടോ? അത് MM മണി തന്നെ നേരത്തെ പറഞ്ഞതാണല്ലോ, ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളെ പോലെത്തും എന്നിങ്ങനെ ഈ ഭാഷയിൽ തന്നെ. അതെ അതെ അതെ, പ്രത്യേക കൈയാക്ഷനൊക്കെ കാണിച്ച് പറഞ്ഞതാണ്. അത് ഇവർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ പതനമാണ്. അത് സാർ അവിടെ ഒരു വിഷയമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ CPIക്ക് മുന്നണിയിൽ ഉള്ള പ്രസക്തി പണ്ടേ നഷ്ടപ്പെട്ടു. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യസ്ഥനോടും ബാല്യക്കാരനോടും ഒക്കെ പെരുമാറുന്നത് പോലെയാണ് CPIയോട് പെരുമാറുന്നത്. അത് CPI മന്ത്രിമാരോടാകട്ടെ, MLAമാരോടാകട്ടെ, CPIയുടെ സംസ്ഥാന നേതാക്കളോടാകട്ടെ, നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കേരള കോൺഗ്രസ് കടന്നു വരുമ്പോൾ CPM അങ്ങനെയല്ല പെരുമാറുന്നത്. കാരണമേ താലത്തിൽ വെച്ചാണ് അവരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ക്രൈസ്തവ വോട്ടുകൾ കഴിക്കുകയാണ്. മാത്രമല്ല അവർക്ക് നിശ്ചിത MLAമാരെ ജയിപ്പിച്ചെടുക്കാൻ പറ്റും. മധ്യ കേരളത്തിൽ CPMന്റെ MLAമാരെ ജയിപ്പിക്കാനും അവർ വിചാരിച്ചാൽ സാധിക്കും. ഇപ്പോൾ CPM നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന പല മണ്ഡലങ്ങളിലും അവർ ജയിച്ചത് കേരള കോൺഗ്രസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ്. അപ്പൊ എനിക്കൊരു സംശയം, ഇപ്പോൾ കേരള രണ്ടാമൻ കേരള കോൺഗ്രസ് തന്നെ. അപ്പൊ കേരള കോൺഗ്രസിന് ഇപ്പോൾ CPI ഇട്ട് കൂട്ടുന്നതിന്റെ കാര്യം, കേരള കോൺഗ്രസ് ഒന്ന് ചാടും എന്ന് പറഞ്ഞൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ CPM കൂടുതൽ അടുപ്പിച്ച് കൂടുതൽ സ്ഥാനം കൊടുക്കും. അത് CPIക്ക് ക്ഷീണം ഉണ്ടാക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, CPIയിലെ 2 പേർ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് C അച്യുതമേനോനും PK വാസുദേവൻ. ഇനി ഈ പാർട്ടി ആര് മുഖ്യമന്ത്രിയായ പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അതുമില്ല. ഇനി ഇപ്പോൾ ഇവര് ഈ CPI LDF വിട്ട് UDFിലേക്ക് പോകുന്നു എന്ന് കരുത്, വേണ്ടത്ര സ്ഥാനം അവിടെ കിട്ടുമോ? സാർ, വേണ്ടത്ര സ്ഥാനം കിട്ടിയില്ലെങ്കിലും ഇതിനേക്കാളും വലിയ പരിഗണന കിട്ടും. മാത്രമല്ല അവർ വളരുകയും ചെയ്യും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഞങ്ങളാണ്, ഞങ്ങളിതാ UDFിനൊപ്പം നിൽക്കുന്നു, BJPയെ നേരിടാൻ ഞങ്ങൾക്കേ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, യഥാർത്ഥ മതനിരപേക്ഷത ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് സ്വാധീനമുള്ള 2 ജില്ലകളുണ്ട്, കൊല്ലവും തൃശ്ശൂരും. ഈ 2 ജില്ലകളിലും അവർക്ക് അത്യാവശ്യം MLAമാരെ ജയിപ്പിക്കാൻ പറ്റും. പിന്നെ UDFിൻ്റെ കൂടെ നിന്നാലുള്ള ഗുണം, ഇപ്പോൾ ഉദാഹരണത്തിന് കൊല്ലം ജില്ലയിലെ കൊല്ലം മണ്ഡലത്തിൽ CPIക്ക് കുറച്ച് വോട്ടുണ്ട്. കാരണം CPIക്ക് അവിടെ ചില കോർപ്പറേഷൻ മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, കൗൺസിലർമാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൊല്ലം സീറ്റ് CPMൽ നിന്ന്, ഇപ്പം മുകേഷ് ആണല്ലോ MLA, അത് UDFിന് പിടിച്ചെടുക്കാൻ CPI വന്നാൽ സാധിക്കും. ഇങ്ങനെ പല മണ്ഡലങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചടയമംഗലം, പുനലൂര്, ഇതൊക്കെ ഇവിടെ എല്ലാം ഈ CPIക്ക്. അതുപോലെ ചാത്തന്നൂര് CPIക്ക്. പക്ഷെ ചാത്തന്നൂരില് സ്ഥിതി വ്യത്യാസമുണ്ട്. അവിടെ കോൺഗ്രസ് വളരെ ദുർബലമാണ്. അവിടെ BJPയും CPIയും കൂടെ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഇടമെല്ലാം കൊല്ലം പാർലമെന്റ് മണ്ഡലമാണ്. NK പ്രേമേന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഫ്ലുവൻസ് ചില്ലറയല്ല. അതും ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടത്. അപ്പോൾ അവിടെ വാസ്തവം പറഞ്ഞാൽ CPI ഇന്ന് LDFിൽ അനുഭവിക്കുന്ന ഒരു അവഗണനയുണ്ട്. അത് ഈ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ എപ്പോഴും വേണമെങ്കിലും മറിയാം. അതുകൊണ്ട് വരാൻ പോകുന്ന മാസങ്ങൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, കേരളത്തിലെ മുന്നണികളെ സംബന്ധിച്ച് വലിയ പൊളിച്ചെഴുത്തലുകൾ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്.
അപ്പോൾ ജോസ് കെ മാണി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇദ്ദേഹത്തെ ഇവരുടെ വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇനി അത് ഭാവിയുണ്ട്. അതെ അതെ, തീർച്ചയായും. കേരള കോൺഗ്രസ് അല്ലേ, അവർക്കറിയാം എങ്ങനെ എവിടെ നിർത്തി വളർത്തണം എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.